ഏവർക്കും ദേവദാരുവിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ഭദ്രകാളി അമ്മയെപ്പറ്റി എല്ലാവർക്കും അറിയാം. മഹാകാളി എന്ന പത്നിയായിട്ടും അല്ല ശ്രീഭദ്രകാളി എന്ന മകളായിട്ടുമൊക്കെ നമുക്ക് ഐതിഹ്യങ്ങളിലൂടെ കാളീദേവിയെ അറിയാം. അതിൻ്റെ കാരണം എന്താണ്? മഹാകാളിയെ പത്നിയായിട്ടും ശ്രീഭദ്രകാളി എന്ന മകളായിട്ടും കാണുന്നതിനെ പറ്റി നമുക്ക് എന്താണെന്ന് നോക്കാം. ഈ കാലമുഖ ശൈവ സമ്പ്രദായത്തിൻ്റെ കീഴിൽ ഭൂതിനാഥൻ രചിച്ച ഒരു പ്രാചീന കൃതിയാണ് പഞ്ചവക്ത്ര കൽപ്പം എന്ന കൃതി. ഇതിൽ ഈ പ്രപഞ്ചത്തിൽ പരമാത്മാവിന് 5 തരം ആത്മതേജസ്സുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അവയാണ് പഞ്ചാത്മാക്കൾ എന്ന് പറയുന്നത്. അതേതെല്ലാമാണെന്ന് നോക്കാം. ഈ 5 തരം ആത്മതേജസ്സുകൾക്കും പരമമായ നാഥനായിട്ട് സദാശിവനെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഭഗവാൻ പരമാത്മാവാകുന്നു. ഭഗവാൻ പഞ്ചാത്മനോ ത്രാത മഹാദേവ പരാത്മ ഉച്യതേ എന്നാണ് പറയുന്നത്. 5 ആത്മതേജസ്സുകളും സദാശിവൻ്റെ 5 മുഖത്തു നിന്നാണ് ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരമാത്മാവ് പഞ്ചമുഖേശ്വരൻ എന്നും വിളിച്ചു പോരുന്നു. പരമേശ്വരനെ അങ്ങനെയും പറഞ്ഞു വരുന്നു. നമുക്ക് അതൊക്കെ ആ പഞ്ചമുഖേശ്വരൻ അത് ഏതാണെന്നൊക്കെ നോക്കാം. ഈ പഞ്ച ആത്മാക്കൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അത് ജീവാത്മാവ് എന്ന് പറയുന്നത് സത്യോജാതമെന്നും, ജ്ഞാനാത്മാവ് വാമദേവമെന്നും, ബോധാത്മാവ് തത്പുരുഷമെന്നും, തത്വാത്മാവ് അഘോരമെന്നും, ആന്തരാത്മാവ് ഈശാനമെന്നും അറിയപ്പെടുന്നു. എന്നാൽ പശുപത ശൈവ സമ്പ്രദായത്തിൽ ജ്ഞാനാത്മാവിന് പകരം ഭൂതാത്മാവ് എന്നും ബോധാത്മാവിന് പകരം മന്ത്രാത്മാവ് എന്നും ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ ഓരോ മുഖഭാവത്തിൽ നിന്നും ഓരോ ഈശ്വര ചൈതന്യങ്ങൾ ജനിച്ചിട്ടുള്ളതായിട്ട് ഋഷിമാർ പറയുന്നു. ഏതൊക്കെയാണെന്ന് നോക്കാം. സത്യോജാതം എന്ന് പറയുന്നത് ശിവനും, വാമദേവൻ പരമേശ്വരനും, തത്പുരുഷം രുദ്രനും, അഘോരം മഹാകാളനും, ഈശാനം മഹേശ്വരനുമാണ്. ഇനി ഉപനിഷത്തുകളിലെ ആചാര്യന്മാർ ഈ 5 സ്വരൂപങ്ങളും മഹാദേവൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാര തിരോധാനം അനുഗ്രഹം എന്നീ 5 കർമ്മരൂപങ്ങളായിട്ട് കരുതപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. ഉദാഹരണത്തിന് മഹാനാരായണ ഉപനിഷത്തിൽ അനുവാചകത്തിൽ 17, 18, 19, 20, 21 ശ്ലോകങ്ങളിൽ ഇത് എടുത്തു പറയുന്നുണ്ട്. എന്നാൽ മറ്റു ചില ആചാര്യന്മാർ മഹാദേവൻ്റെ ഈ 5 ഭാവങ്ങളിൽ നിന്നും പഞ്ചഭൂതങ്ങൾ ജനിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഈ പഞ്ചഭൂതങ്ങളാണ് നമുക്കറിയാലോ, പഞ്ചഭൂതങ്ങളാൽ ഒരു ബന്ധിതമാണ് ഈ പ്രപഞ്ചമെന്ന് പറയുന്നത് തന്നെ. പ്രേ എന്നാൽ ചേരുക എന്നും പഞ്ചമെന്നാൽ 5 എന്നാണ് അർത്ഥം. അതായത് പഞ്ചഭൂതങ്ങളായ അഗ്നി, വായു, ജലം, ഭൂമി, ആകാശം എന്നീ 5 ഭൂതങ്ങൾ ചേർന്നതാണ് ഈ പ്രപഞ്ചമെന്ന് നമ്മളെല്ലാവരും കരുതപ്പെടുന്നുണ്ടല്ലേ. ഇതിൽ ഓരോ ചൈതന്യത്തിനുമായിട്ട് ആദിപരാശക്തി ഓരോ സ്വരൂപങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്. ദേവിയുടെ ഈ 5 മുഖങ്ങൾ ചേർന്ന ഭാവം പഞ്ചമുഖാംബിക എന്ന് അറിയപ്പെടുന്നു. ഇതിൽ ശിവനോട് ചേർന്ന ഭാവം പാർവതിയായും, പരമേശ്വരനോട് ചേർന്ന ഭാഗം ദുർഗാദേവിയായും, രുദ്രനോട് ചേർന്നത് രുദ്രാണിയായും, മഹാകാളനോട് ചേർന്ന ഭാവം മഹാകാളിയായും, മഹേശ്വരനോട് മഹേശ്വരിയായും നമ്മൾ വിശ്വസിച്ചു വരുന്നു. ഇനി നമുക്ക് ഈ മഹാകാളി ആരാണെന്ന് നോക്കാം. ഇത് പരമാത്മാവായ സദാശിവൻ്റെ അഘോരഭാവത്തിലുള്ള മഹാകാള ഭാവത്തിൽ ഭഗവാന്റെ ശക്തിയാണ് മഹാകാളി. ഈ മഹാകാളി 10 മഹാവിദ്യകളുടെ മൂർത്തി ആകയാൽ ദേവിക്ക് ദശമഹാവിദ്യ എന്നൊരു പേരുമുണ്ട്. ദേവിയുടെ 10 ഭാവത്തിലും മഹാകാളനായ സദാശിവനെ 10 സ്വരൂപങ്ങളും കൈക്കൊണ്ടിട്ടുണ്ട്. അതൊക്കെ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. നമുക്കറിയാം, മഹാകാളിക എന്ന് പറയുന്ന ദേവിക്ക് മഹാകാളൻ, ഭുവനേശ്വരിക്ക് ഭുവനേശ്വരൻ, താരാദേവിക്ക് മഹാതാരൻ, സുന്ദരീ ദേവിക്ക് സുന്ദരേശ്വരൻ, ബഹളാമുഖിക്ക് ബഹളാമുഖൻ, ചിന്നമസ്തയ്ക്ക് ചിന്നമസ്തൻ, ധൂമാവതിക്ക് ധൂമാവതീശ്വരൻ, മാതങ്കിക്ക് മാതങ്കീശ്വരനും, ഭൈരവിക്ക് മഹാഭൈരവനും, കമലാദേവിക്ക് കമലേശ്വരനും ഇതിൻ്റെ ഭാവങ്ങളാണ് ഭഗവാന്റെ. ഇതിന് ചുരുക്കത്തിൽ മഹാകാളൻ എന്ന ആകുന്ന മഹാദേവൻ്റെ പത്നിയാണ്. ഈ മഹാകാളി എന്ന് പറയുന്നത് മഹാകാളനാകുന്ന ആ മഹാദേവൻ്റെ പത്നിയാണ്. ഇനി ആരാണ് ഭദ്രകാളി എന്ന് നോക്കാം. പരമാത്മാവിൻ്റെ ജ്ഞാനമാകുന്ന തൃക്കണ്ണിൽ നിന്നും ജനിച്ച പുത്രിയാണ് ഭദ്രകാളി. ഭദ്രമായിട്ട് ജ്വലിക്കുന്നവൾ എന്നാണ് ഭദ്രകാളി എന്ന വാക്കിൻ്റെ അർത്ഥം. ഭദ്രമെന്നാൽ ഒരിക്കലും നശിക്കാത്തത് എന്നാണ് അർത്ഥം. ഭദ്രമായിട്ട് ജ്വലിക്കുന്നത് ജ്ഞാനം മാത്രമാകയാൽ ഭദ്രകാളി പരമാത്മാവിൻ്റെ അധികാരിയും നിത്യബ്രഹ്മചാരിണിയുമായിട്ടും ആരാധിക്കപ്പെടുന്നു.
അതിൻ്റെ കാരണം എന്തെന്നാൽ പരമമായ ആ ഒരു ജ്ഞാനം ബ്രഹ്മനിഷ്ഠയിലുള്ള ഒരു ബ്രഹ്മചാരിക്ക് മാത്രമേ പൂർണ്ണമായും മനസ്സിലാക്കാനും സ്വീകരിക്കാനും കഴിയൂ എന്നുള്ളതിൻ്റെ ആ ഒരു സൂചന കൂടിയാണ്. ഇനി യോഗവിദ്യയിൽ നമ്മളെല്ലാവരും യോഗാഭ്യാസം നടത്തുന്നവരാണ് അല്ലേ? ചില ആൾക്കാരൊക്കെ എങ്ങനെയാണെങ്കിലും ഒരു 100% പേരിൽ 50% പേരും യോഗവിദ്യയൊക്കെ രാവിലെയും വൈകിട്ടും ഒക്കെ ചെയ്യുന്നവരാണ്. അപ്പോൾ യോഗവിദ്യയിൽ നട്ടെല്ലിൽ നിന്ന് 3 നാളികൾ തലച്ചോറുമായിട്ട് നേരിട്ട് ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഇടതുവശത്ത് ഇടയും വലതുവശത്ത് പിങ്കളയും മധ്യത്തെ സുഷുമ്നയുമാണിത്. ഇതിൽ ഇട ചന്ദ്രനാഡിയും പിങ്കള സൂര്യനാഡിയും സുഷുമ്ന അഗ്നിനാഡിയായ കേന്ദ്രനാഡിയുമാണ്. സുഷുമ്നയെ നാം മുൻപ് ശക്തി മുതൽ ശിവൻ വരെ എന്ന് കരുതി പോന്നിട്ടുണ്ടല്ലേ? ശക്തി മുതൽ ശിവൻ വരെ എന്നാണ് സുഷുമ്ന നാഡിക്ക് പറയുന്നത്. ഇതിലെ ഇടയുടെ ദേവത ഭദ്രകാളിയും പിങ്കളനാഡിയുടെ ദേവത വീരഭദ്രനുമായിട്ടാണ് കരുതപ്പെടുന്നത്. എന്തത്ഭുതമല്ലേ ഇതൊക്കെ! അതായത് ഭദ്രമായിട്ട് ജ്വലിക്കുന്നവൾ ഭദ്രകാളിയും വീര്യം ഭദ്രമായിട്ട് സൂക്ഷിക്കുന്നവൻ വീരഭദ്രനുമെന്നാണ് സാരം. രണ്ടും ആത്മജ്ഞാനവുമായിട്ട് ബ്രഹ്മനിഷ്ഠയുമായിട്ടൊക്കെ നേരിട്ട് ബന്ധം പുലർത്തുകയും ചെയ്യുന്നു. ഇനി ചുരുക്കത്തിൽ ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം തന്നെ മഹാകാളി മഹാദേവൻ്റെ ആ ഒരു അഘോരഭാവത്തിലെ പത്നിയും ശ്രദ്ധിച്ച് കേൾക്കുക. മഹാകാളി മഹാദേവൻ്റെ അഘോരഭാവത്തിലെ പത്നിയും അതായത് ഭാര്യയും ഭദ്രകാളി മഹാദേവൻ്റെ പുത്രിയുമാണ്. അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ഈ ഇത്രയും പറഞ്ഞു വന്നതിൻ്റെ ആ ഒരു ഉൾക്കാമ്പ്, ആ ഒരു സത്യം, ആ ഒരു യഥാർത്ഥം ഇതാണ്. മഹാകാളി എന്ന പത്നിയും ശ്രീഭദ്രകാളി എന്ന മകളും എന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു അർത്ഥം തന്നെ നമ്മൾ ഇത്ര നേരം പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുന്നത് മഹാകാളി മഹാദേവൻ്റെ അഘോരഭാവത്തിലെയാണ്. അഘോരഭാവത്തിലെ ഭഗ്നി, അഘോരഭാവം എന്ന് പറയുന്നത് വീരഭദ്രൻ അല്ലേ? വീരഭദ്രൻ്റെ ആ ഭാവത്തിലെ ഭഗ്നിയും ഭദ്രകാളി എന്ന് പറയുന്നത് മഹാദേവൻ്റെ ആ അംശത്തിൽ നിന്നും ജനിച്ചത് കൊണ്ട് പുത്രിയുമായിട്ടാണ് കാണുന്നത് അല്ലേ? അതാണ് അതിൻ്റെ അപൂരുള്ള ആ സത്യം എന്ന് പറയുന്നത്. സർവം ശിവാർപ്പണമസ്തു. ഓം നമ ശിവായ. ഓം ശാന്തി. ഏവർക്കും എൻ്റെ ചാനൽ അല്ലെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് സ്പർശിക്കുക. എൻ്റെ ഈ ചെറിയ ഈ ബുദ്ധിയിലുള്ള അറിവുകളും എൻ്റെ അറിവിൻ്റെ പരിമിതിയിൽ നിന്നുള്ള ഈ ഓരോ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഇനി അടുത്തടുത്ത ഓരോ പുതിയ അധ്യായത്തിൽ പങ്കുവയ്ക്കാം. അതുവരെ നന്ദി, നമസ്കാരം.